ജീവിതത്തിൽ അങ്ങനെയുള്ള അനുഭവങ്ങൾ വരും. അമ്മ, നമ്മുടെ മുഖം വാടിപ്പോകുന്ന അനുഭവങ്ങളല്ലേ, നമ്മുടെ മുഖത്തിൻ്റെ ശോഭ പോകുന്നത് പോലെ തോന്നുന്ന സന്ദർഭങ്ങൾ, നമ്മുടെ മുഖം ക്ഷീണിച്ചു പോകുന്ന സന്ദർഭങ്ങൾ, പലപ്പോഴും പലരോടും പ്രശ്നങ്ങൾ പറയാൻ പറ്റുന്നില്ല, എങ്കിലും നമ്മുടെ മുഖത്തിൻ്റെ ആ ശോഭ പോയതുപോലെ തോന്നുന്ന സന്ദർഭങ്ങൾ. എന്നാൽ ഇവിടെ ഭക്തൻ പറയുകയാണ്, ദൈവമേ എൻ്റെ മുഖത്തിന് ശോഭ തരാൻ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? പ്രൈസ് ദ ലോർഡ്. മുഖത്തിൻ്റെ ഭാവം മാറ്റാൻ ദൈവത്തിന് പറ്റും, സ്ഥിതി മാറ്റാൻ ദൈവത്തിന് പറ്റും, നിൻ്റെ ദുഃഖത്തെ മാറ്റി സന്തോഷമാക്കാൻ ദൈവത്തിന് പറ്റും, നിൻ്റെ കണ്ണുനീരിനെ അനുഗ്രഹമാക്കാൻ ദൈവത്തിന് പറ്റും, നിൻ്റെ കുടുംബത്തെ അനുഗ്രഹമാക്കാൻ ദൈവത്തിന് പറ്റും, നിൻ്റെ തലമുറയെ ഉയർച്ചയാക്കാൻ ദൈവത്തിന് പറ്റും. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് പകൽക്കാലം ആരോടൊക്കെയോ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ഹോളിനകത്ത് സംസാരിക്കുകയാണ്. ആമേൻ. എല്ലാം തീർന്നു എന്ന് നീ കരുതിയ വിഷയത്തിന് മേൽ ദൈവത്തിൻ്റെ ഇടപെടൽ. പരിശുദ്ധാത്മാവ് അങ്ങനെ വ്യക്തമായി പറയുന്നു. നീ അടച്ചു വെച്ച ചില വിഷയത്തിന്റെ മേൽ, എല്ലാം തീർന്നു എന്ന് നീ പറഞ്ഞ ചില വിഷയത്തിന്റെ മേൽ, തകർന്നുവെന്ന് നിനക്ക് തോന്നിയ വിഷയത്തിന്റെ മേൽ, ഇനി ഒരിക്കലും എൻ്റെ മുഖം പ്രകാശിക്കത്തില്ല എന്ന് പറഞ്ഞ വിഷയത്തിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞില്ല. ആ പ്രതിസന്ധിയുടെ നടുവിൽ ഞാൻ നിനക്കൊരു പരിഹാരം തന്ന് നിന്നെ പുറത്തു കൊണ്ടുവന്ന് നിന്ദിച്ചവരുടെ നടുവിൽ നിന്നെ മാനിക്കാൻ എനിക്ക് പദ്ധതിയുണ്ട്. ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ദൈവത്തിന് സ്തോത്രം. അവന്റെ മഹത്വം വെളിപ്പെടുകയാണ്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ആത്മാവേ, നീ ഉള്ളിൽ വിഷാദിച്ച് ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. അവൻ എൻ്റെ മുഖപ്രകാശക രക്ഷയും എൻ്റെ ദൈവവുമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും ഈ പ്രതിസന്ധി കഴിയുമ്പോൾ ഞാൻ എൻ്റെ ദൈവത്തെ തള്ളിക്കളയുമെന്നല്ല. ഈ പ്രതിസന്ധി കഴിയുമ്പോൾ ഒന്നുകൂടെ ഞാൻ ശക്തിയോടെ പറയും, എന്ത്? ദൈവമേ, നീ എൻ്റെ ദൈവമാകും. ഓ ജീസസ്! എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം മനസ്സിലായി? ഈ പ്രതിസന്ധി കഴിയുമ്പോൾ, ഈ വെല്ലുവിളി കഴിയുമ്പോൾ, ഈ കഷ്ടത കഴിയുമ്പോൾ, ഈ പ്രതികൂലങ്ങൾ കഴിയുമ്പോൾ കഴിഞ്ഞിട്ട് ഞാൻ നിരാശപ്പെട്ട് എൻ്റെ ദൈവത്തെ തള്ളി പറയുമെന്നല്ല. ദൈവമേ, ആഫ്റ്റർ ദിസ് ഓൾ പ്രോബ്ലം ഐ വിൽ കൺഫസ്